السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ പിഴവുകളും അള്ളാഹു വിട്ടുകൊടുത്ത് മാഫാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞവരുടെ കബറുകൾ അള്ളാഹു വിശാലമാക്കട്ടെ. സ്വർഗത്തിൽ നിന്നുള്ള വാതിലുകൾ കബറിലേക്ക് തുറന്നു കൊടുക്കട്ടെ. സ്നേഹാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാരെ, ഉസ്താദുമാരെ, സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൽ ബഖറയിൽ നിന്നുള്ള പാരായണവും വിശദീകരണവുമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أولا يعلمون أن الله يعلم ما يسرون وما يعلنون. أولا يعلمون, അവർ അറിയുന്നില്ലേ, ആര്? യഹൂദന്മാർ. അന്നല്ലാഹ യഅലമു മാ യുസ്റൂന വമാ യുഅ്ലിനൂൻ മാ യഖ്ഫൂന വമാ യുദ്ഹിറൂന മിൻ ദാലിക വഗൈരിഹി. അവർ വെളിവാക്കുന്നതും ഗോപ്യമാക്കി വെക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു അറിയും എന്ന് അവർ മനസ്സിലാക്കുന്നില്ലയോ? അള്ളാഹുവിൻ്റെ മുന്നിൽ അള്ളാഹുവിനെ അവർ മറപ്പിക്കാൻ ശ്രമിക്കുന്നോ? ചില കാര്യങ്ങൾ അറിയും, ചില കാര്യങ്ങൾ അറിയില്ല എന്ന്. എന്നാൽ എല്ലാ കാര്യങ്ങളും അള്ളാഹു അറിയുന്നതാണ്. ومنهم أميون لا يعلمون الكتاب إلا أماني وإن هم إلا يظنون. ومنهم أي اليهود, യഹൂദന്മാരിൽ നിന്നും ചിലരുണ്ട്. ഉമ്മിയൂന, അവാമുൻ, ഉമ്മിയൂങ്ങൾ, അക്ഷരജ്ഞാനമില്ലാത്തവരുണ്ട്. ലാ യഅലമൂനൽ കിതാബ, തൗറാത്ത് എന്ന ഗ്രന്ഥത്തിലുള്ള വിവരങ്ങൾ അവർ അറിയുന്നില്ല. ഇല്ല അമാനിയ, പക്ഷേ ലാക്കിൻ, എങ്കിലും അവരറിയുന്നതാണ് അമാനിയ, അക്കാദിബ്, അവർ കറ്റുകണ്ടുണ്ടാക്കിയ ചില കാര്യങ്ങളാണ് അവരറിയുന്നത്. അവരെ കരങ്ങൾ അവരെന്താണോ ഉണ്ടാക്കിയിടുന്നത് ആ കാര്യങ്ങൾ മാത്രമേ അവരറിയുന്നുള്ളൂ. അക്ഷരജ്ഞാനമില്ലാത്ത ചില ആളുകൾ യഹൂദന്മാരിലുണ്ട്. വമിൻഹും അൽ യഹൂദ്, യഹൂദികളിലുണ്ട്. ഉമ്മിയൂന, അക്ഷരജ്ഞാനം ഇല്ലാത്തവർ. അവാമുൻ ലാ യഅലമൂനൽ കിതാബ, ഗ്രന്ഥം അഥവാ തൗറാത്ത് അവരറിയുന്നില്ല. ഇല്ലാ അമാനിയ, അള്ളാഹു പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ അവരെന്ത് ചെയ്യുന്നു? അവരുടെ ഊഹങ്ങൾ, അവർ ഊഹമായി, അതായത് അമാനിയ, അവർ കറ്റുകെട്ടി ഉണ്ടാക്കിയ ചില വ്യാമോഹങ്ങൾ വെച്ച് പുലർത്തുന്നതല്ലാതെ അവർക്കൊന്നും തന്നെ അറിയില്ല. കാദിബ്. എന്നിട്ടോ തൽഖൂഹ മിൻ റുഅസാഇഹിം, അവരുടെ നേതാക്കന്മാരിൽ നിന്ന് അവർ കണ്ടുമുട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഫഅതമദൂഹ, അതിനെ അവർ അതിലേക്ക് ഇഅ്തിമാദ് ചെയ്യുകയും ചെയ്യും, അതിനെ അവലംബിക്കുകയും ചെയ്യും. വഇൻഹും ഇല്ലാ യളുന്നൂൻ, അവർ ഊഹത്തെ അവലംബമാക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത്, അല്ലാതെ വന്നൻ, ചില ഊഹങ്ങൾ മാത്രം. വലാ ഇൽമ ലഹും, അവർക്ക് അതുകൊണ്ട് അറിവൊന്നുമില്ല. ചില ഊഹാഭോഗങ്ങളാണ് അവർ അവലംബിക്കുന്നത്. അപ്പൊ തൗറാത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി അവർ മനസ്സിലാക്കുകയോ അതിനെ പിൻപറ്റുകയോ ചെയ്യാതെ അവർ അവരുടേതായ ഇഷ്ടമനുസരിച്ചുള്ള ചില തോന്നലുകൾ ആണ് അവർ പിൻപറ്റുന്നത്. ഫവൈലുൻ ലില്ലദീന യക്തുമൂനൽ കിതാബ ബിഐദീഹിം സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹ് യശ്തറൂ ബിഹി ഥമനൻ ഖലീലൻ ഫവൈലുൻ ലഹും മിമ്മാ കതബത് ഐദീഹിം വവൈലുൻ ലഹും മിമ്മാ യക്സിബൂൻ. ഫവൈലുൻ, നാശം അവർക്കാണ്. ലില്ലദീന, ആർക്കാണ്? ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം, അവരെ കരങ്ങൾ കൊണ്ട് കിതാബ്, ഗ്രന്ഥങ്ങളെ എഴുതിയുണ്ടാക്കുക. ഈ മുഖ്തലിഫൻ മിൻ ഇൻദിഹിം, അവരടുക്കലുള്ള ഗ്രന്ഥത്തിന് പകരമായി വ്യത്യസ്തമായ രീതിയിൽ അവരുണ്ടാക്കുക, എഴുതി. സുമ്മ യഖൂലൂന, പിന്നീട് അവർ പറയും ഹാദാ മിൻ ഇൻദില്ലാഹ്, ഇത് അള്ളാഹുവിനെങ്കിൽ നിന്നുള്ളതാണ് കേട്ടോ. എന്തിനാൽ യശ്തറൂ ബിഹി ഥമനൻ ഖലീലൻ, ചെറിയ മിനദ്ദുനിയ, ഭൗതികമായ ചില ആഗ്രഹങ്ങൾ, വിലകൾ അവർ വാങ്ങിക്കൂട്ടുന്നതിന് വേണ്ടി, ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ സ്വന്തം കരങ്ങൾ കൊണ്ട് എഴുതി ഉണ്ടാക്കുന്നത് ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് അവർ പറയുക. അത് ആരാ? വഹുമൽ യഹൂദു, യഹൂദികളാണ്. വയ്യറൂ സിഫത്തൻ നബിയി ബിത്തൗറാത്തി,
തൗറാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങളുള്ളത് അവർ മാറ്റി നിറച്ചു. വായത്ത് റജിമിൻ്റെ ആയത്ത്, അതായത് വ്യഭിചാരം നടത്തിയാൽ കുറ്റം നടത്തുന്നവർക്കുള്ള ശിക്ഷയെ സംബന്ധിച്ചുള്ളതും ബോയിരിഹിമ ഇത് രണ്ടുമല്ലാത്തതും എന്തിട്ട് ചെയ്തു? അവ കത്തബൂഹ അവരെഴുതിയുണ്ടാക്കും അലാ ഖിലാഫി മാ ഉൻസില അള്ളാഹു ഇറക്കിയ ഗ്രന്ഥങ്ങളിൽ ഉള്ളതിൽ നിന്ന് എതിരായിക്കൊണ്ട് അവർ എന്ത് ചെയ്യും? അവർ എഴുതിയുണ്ടാക്കുന്നു. അവരെ കരങ്ങൾ എഴുതി ഉണ്ടാക്കുന്നത് എന്തോ അതാണ് അവർക്ക് നാശമാകുന്നു. അവർക്ക് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളല്ലാതെ അവരെന്ത് ചെയ്യുന്നു? അവർക്ക് ഇഷ്ടപ്രകാരം അവരെഴുതി ഉണ്ടാക്കുന്നു. അവരെന്തുണ്ടാക്കിയാലും ശരി, അതിലെന്ത് സമ്പാദിച്ചാലും അവരുടെ കരങ്ങൾ കൊണ്ട് ഉണ്ടാക്കി, എന്നിട്ട് അവർ അതിൽ എന്തൊക്കെ ശേഖരിക്കുന്നുവോ അതൊക്കെ അവർക്ക് നാശമായിട്ടാണ് ഭവിക്കാൻ പോകുന്നത്. ലൻ തമസ്സന النار إلا أياما معدودة قل أتخذتم عند الله عهدا فلن يخلف الله عهده أم تقولون على الله ما لا تعلمون. وقالوا അവർ പറഞ്ഞു, യഹൂദന്മാർ, ലമ്മാ വഅദഹുമുൻ നബിയു അന്നാറ തെറ്റ് ചെയ്തവർക്ക്, കുറ്റം ചെയ്യുന്നവർക്ക് നരകമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞ സമയം എന്താണ്? ലൻ തമസ്സനന്നാറു തുസീബനന്നാർ നരകം ഞങ്ങളെ സ്പർശിക്കുകയില്ല, ഇല്ലാ അയ്യാമൻ മഅദൂദത്തൻ ചില ക്ലിപ്തപ്പെട്ട ദിവസങ്ങളല്ലാതെ, ഖലീലത്തൻ അതായത് ചുരുങ്ങിയ ദിവസം, അത് 40 യൗമൻ ഏകദേശം 40 ദിവസം, മുദ്ദത്ത ഇബാദത്ത് ആബാഇഹിമുൽ ഇജ്ല പശുക്കുട്ടിയെ 40 ദിവസം ഒരു പൂർവ്വ പിതാക്കന്മാർ ആരാധിച്ചില്ലേ, ആ ഒരു 60 ദിവസം മാത്രമേ ഞങ്ങൾ നരകം കൊണ്ട് ശിക്ഷിക്കുകയുള്ളൂ. സുമ്മ ദസൂൽ പിന്നീട് എന്തെയും ആ നരക ശിക്ഷയിൽ നിന്നൊക്കെ ഞങ്ങളെ ഒഴിവാക്കി കിട്ടുമെന്ന് അവർ പറയുന്നതാണ്. ഖുൽ ലഹും യാ മുഹമ്മദ് നബിയെ നിങ്ങൾ അവരോട് പറയുക, അത്തഖദത്തും ഇൻദല്ലാഹി അഹദൻ അള്ളാഹുവിങ്കിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മീസാഖൻ മിൻഹു ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു ഉടമ്പടി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഉറപ്പ് ദാലിക്കായി 40 ഈ കുറഞ്ഞ ദിവസങ്ങളെ നിങ്ങൾ അള്ളാഹു സൃഷ്ടിക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ അള്ളാഹുവിങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉടമ്പടി കിട്ടിയിട്ടുണ്ടോ? എന്നാൽ ഫലൻ യുഖലിഫു അല്ലാഹു അഹദഹു അവൻ നിങ്ങളോട് അങ്ങനെ കരാറ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യമായിട്ട് അവൻ അള്ളാഹു ലംഘനം നടത്തുന്നില്ല. അം തഖൂലന ബൽ എങ്കിലും തഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ നിങ്ങൾ അറിയാത്ത കാര്യങ്ങളാണ് നിങ്ങൾ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്നത്. ഇസ്രായേൽ സന്തതികളെ നിങ്ങൾ അള്ളാഹു നിങ്ങളോട് വല്ല കരാറും ചെയ്തിട്ടുണ്ടോ ഈ വിഷയത്തിൽ? എന്നാൽ അവൻ സതി ചെയ്യും ലംഘിക്കുകയില്ല. പക്ഷേ നിങ്ങൾ അള്ളാഹുവിനെ ചേർത്തുകൊണ്ട് പറയുന്നത് അം തഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ നിങ്ങൾ അറിയാത്ത കാര്യങ്ങളാണ് നിങ്ങൾ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്നത്. അറിവില്ലാത്തത് അള്ളാഹുവിൻ്റെ പേര് നിങ്ങൾ പറഞ്ഞുണ്ടാക്കുകയാണോ? അപ്പോൾ അത് തെറ്റല്ലേ? അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ നിങ്ങളെ കുറച്ച് ദിവസം മാത്രമേ നരകീയമായ ശിക്ഷ അനുഭവിക്കുള്ളൂ, ബാക്കി നിങ്ങളെ അതിൽ ഒഴിവാക്കി തരുമെന്ന് നിങ്ങൾ പറയുന്നത് തെറ്റാണ്. ബല മൻ കസബ സയ്യിഅതൻ വഅഹാതത് ബിഹി ഖതിഅതുഹു ഫഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. യാഥാർത്ഥ്യം എന്താണ്? ബല തമസ്സക്കും വതഖല്ലദൂന ഫീഹാ നരകത്തിൽ നിങ്ങളെ സ്പർശിക്കും, അതിൽ നിങ്ങൾ കാലകാലം കിടക്കും. മൻ കസബ സയ്യിഅതൻ ഷിർക്ക് ആര് ചെയ്തുവോ, ബഹുദൈവാരാധന ആര് ചെയ്താലും ശരി ആ നരകത്തിൽ പ്രവേശിക്കും, അത് അവരെ പിടികൂടും. എന്നിട്ട് വഹാതത് ബിഹി ഖതിഅതുഹു എല്ലാ തെറ്റുകളും ഖതിഅത്തുകൾ അവരതിൽ മുഴുകി ജീവിക്കുകയും ചെയ്തു. എന്നാൽ എന്ത് സംഭവിക്കുമ്പോൾ ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ ദുഷ്കർമ്മങ്ങൾ ചെയ്യുകയും പാപത്തിന്റെ വലയത്തിൽ പെടുകയും ചെയ്തു. അവർ പാപം വലയം ചെയ്തു, അതിൽ തന്നെ അവർ പെട്ടുകൊണ്ടേയിരുന്നു. ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ ആ നരകവാസികൾ അവരിൽ നിത്യമായി വസിക്കുന്നവരായിരിക്കും. അല്ലാതെ ഇന്ന ദിവസം ഇത്ര ദിവസം ആ നരകത്തിൽ കടന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് നിങ്ങൾ ആരും വ്യാമോഹിക്കേണ്ടതില്ല.
അപ്പോൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ശിക്ഷകൾ ചെയ്യുന്നതിൽ, തെറ്റ് ചെയ്യുന്നതിൽ, ഷിർക്ക് ചെയ്യുന്നതിൽ, ഒരുപാട് ഷിർക്കുകൾ ചെയ്യുകയും ഈ ലോകത്തോട് വിട പറയുകയും ചെയ്യുന്ന ആൾക്കാർക്ക് നരകീയമായിരിക്കുന്ന ശിക്ഷ അത് ശാശ്വതമാണ്. അല്ലാതെ ഒരു ദിവസം അതിൽ നിന്ന് എന്താവൂല, രക്ഷപ്പെട്ട് പോകുന്നതല്ല. യാതൊരു കാരണവശാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കുകൾ ധിക്കരിക്കുകയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കുറഞ്ഞ ദിവസം ശിക്ഷിച്ചിട്ട് ഞങ്ങളെ വിടും എന്ന് പറയുന്നത് അബദ്ധമാണ്. അത് യാതൊരു കാരണവശാലും ലഭിക്കുന്നതല്ല. സത്യവിശ്വാസിയോടോതുന്നു പാപികൾ, സത്യവേദങ്ങളിൽ വിശ്വസിക്കുന്നു നാം, എങ്കിലും ഗൂഢമായ അന്യോന്യമോതിടും തങ്ങൾക്കു തോന്നുന്ന ന്യായങ്ങൾ ഈ വിധം. ഈശ്വരൻ നമ്മൾക്കു തന്നോരനുജ്ഞകൾ ഇസ്ലാമികൾക്കു നാം നൽകുന്നതാകിലോ, വീറോടു നമ്മോടെതിർത്തു വാദിച്ചിടും ഈശന്റെ സൗന്യദോ ഭാവിയിൽ നിർണയം. ഭോഷത്വം ഈ വിധം കാട്ടുന്നതെന്തിനായി, ബോധവും നിങ്ങൾക്കു നാസ്തിയായി തീർന്നിതോ, അത്യന്തഗൂഢമായി സൂക്ഷിപ്പതാകിലും പ്രക്ഷേപണം ചെയ്തുണർത്തിപ്പതാകിലും അല്ലാഹു സർവം ഗ്രഹിക്കുമെന്നീശലും ചിന്തിപ്പതില്ലയോ ഭോഷരാമീ ജനം. പാമരന്മാരായ മർത്യരേറെ നാം കാണുന്നതില്ലയോ യോധഗോത്രങ്ങളിൽ, വേദങ്ങളേതും ഗ്രഹിക്കയില്ലീ ജനം. വ്യാമോഹമോരോന്നു കെട്ടിപ്പടുത്തിടും ഊകവും നാട്യവും കൈമുതൽ മാത്രമീ ഭോഷർക്കു വിജ്ഞാനമുള്ളോളമില്ലടോ. കാപഢ്യമേറും പുരോഹിതൻ സ്വേച്ഛ പോൽ ചാർത്തുന്നു ഗ്രന്ഥങ്ങൾ വിക്രയം ചെയ്യുവാൻ, ഈശ്വര പ്രോക്തമെന്നോതുന്നു വ്യാജമാ ഏതും പൊറുക്കില്ലയല്ലാഹു ഓർക്കണം. കാപഢ്യമീവിധം ചെയ്യുന്ന ദുർഭകൻ പോഷ്കല്ല ദുഃഖത്തിലാണ്ടുപോം നിർണയം. ആർജിച്ച ഭോഗങ്ങളെല്ലാം നശിച്ചുപോ മാകന്ത ജീവിതം നഷ്ടമായി തീർന്നിടും. കുറ്റങ്ങൾ ചെയ്തിലും ദീർഘനാൾ അരകെ പെട്ടെഴുന്നീടുകിൽ നിന്നു നിസ്തർക്കമായി ചൊല്ലും ജനങ്ങൾക്ക് വാഗ്ദാനമല്ലാഹു വല്ലതും നൽകിയോ ചോദിക്കദൂതരെ. വാഗ്ദാന ലംഘനം ചെയ്യില്ല രക്ഷകൻ, തീർപ്പുകൾ കൃത്യമായി പാലനം ചെയ്തിടും. അല്ലെങ്കിൽ ഈശന്റെ നാമത്തിൽ ജീവിതം കെട്ടിച്ചമച്ചിതോ ഭോഷ്കുകൾ ചൊല്ലുവിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം അവരുടെ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തട്ടെ. വിശുദ്ധ റമളാനിലെ രണ്ടാമത്തെ 17 രാവുകളാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനോട് അടരാടി ജീവിതം നിലനിർപ്പിച്ച സുഹദാക്കൾ, ബദർ ശുഹദാക്കൾ, അള്ളാഹു അവരോടൊപ്പം അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ സാധുക്കളായി നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. സന്തോഷകരമായി റമളാൻ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അവസാനം ഈമാൻ കിട്ടി മരിക്കുന്നവരിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.